ഉണ്ണി നന്നായി. ഹലോ, ട്യൂസ്ഡേ മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിലത്തെ പൂരാണ് കേട്ടോ, ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലത്തെ പൂരാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഉണ്ണിയും ഡ്രസ്സൊക്കെ മാറ്റി അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞാനും അച്ഛനും ഉണ്ണിയും കൂടിയിട്ട് അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ തൊഴുത് വന്നതിന് ശേഷം പൂരപ്പറമ്പത്തെ മെയിൻ ഐറ്റം പൊരി, ഹൽവ ഒക്കെ മേടിച്ചു. പിന്നെ ഈ ഒരു ഓറഞ്ച് സാധനം മേടിച്ചു. ഉണ്ണിക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അവൻ എന്താ കയ്യിൽ നിന്ന് ഇറക്കി വെക്കണേ ഇല്ല, നല്ല ടേസ്റ്റാണ്, അത്രയ്ക്ക് ഇഷ്ടമായി. പിന്നെ വന്നതിന് ശേഷം ഞങ്ങൾ പൂരി മസാലക്കറി ആയിരുന്നു, അത് കഴിച്ചു കേട്ടോ. ഇഷ്ടമായോ? മുണ്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ മുണ്ടൊക്കെ കൊടുത്തിട്ടാട്ടോ ഉണ്ണി അമ്പലത്തിൽ പോയിണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നത് ഞങ്ങളുടെ ഫ്രണ്ട് കൂടി ഒക്കെ അതാ ഓരോ ബാൻഡ് സെറ്റ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ബാക്ക് കൂടിയും എല്ലാം ഫുൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു പൂരം വൈബാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടെ കിഴക്ക് ദേശത്തിൻ്റെ വക അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. കുറേ വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പോകുന്നത്. പണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ സദ്യ കഴിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുപോകണം കണ്ടിട്ട് അവൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവന് സ്വന്തമായിട്ട് ഒരു ഇല കേട്ടിട്ട് അതിൽ ഫുള്ള് അവൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ തൊട്ടടുത്തിരിക്കും ഒരു അങ്കിളുടെ ഇലയിൽ നിന്ന് അവൻ പുളിയാഞ്ചി ഇങ്ങനെ തൊട്ട് നോക്കി അവൻ്റെ ഇലയിരിക്കണ അവൻ കണ്ടില്ല കേട്ടോ. ഭാഗ്യം മറ്റേ അങ്കിള് കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസത്തും ഉച്ചയായപ്പോഴേക്കും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടു വന്ന് പിന്നെ ഉണ്ണിക്കൊരു കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു സീനിയേഴ്സിൻ്റെ. അപ്പോൾ അത് ഉണ്ണി ഇടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് മാറ്റി ബാക്ക് കൂടെയാണ് കേട്ടോ അത് പോണത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ബാക്കിലേക്ക് ഓടുകയാണ് ഞാനും ഉണ്ണിയും കൂടിയിട്ട്. അപ്പോൾ ഇതാണ് ഉണ്ണിയുടെ ഡ്രസ് കോഡ് കേട്ടോ. അപ്പോൾ അതാ അടുത്തത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ണി നല്ല ത്രില്ലല്ല. സദ്യയൊക്കെ കഴിച്ച് വന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്ന് വീണ്ടും വിശന്ന്. അപ്പോൾ പിന്നെ വീണ്ടും കുറച്ചും കൂടി ബിരിയാണിയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. വീട്ടിൽ ബിരിയാണി ആയിരുന്നു, അപ്പോൾ അതും കുറച്ച് കഴിച്ച് പിന്നെ വീണ്ടും ബാക്കിക്ക് പോയി. വേറെ പൂരങ്ങൾ വരുന്നുണ്ടായിരുന്നു വേറെ ദേശത്തിൻ്റെ, അപ്പോൾ അതും കാണാൻ പോയി. അങ്ങനെ ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ.
അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ചമ്മലായിട്ട് ഉണ്ണി ഒളിഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ ഉണ്ണി ഉറങ്ങിയ ശേഷമാണ് അവൾ വന്നത്. അപ്പോൾ പെട്ടെന്ന് എണീച്ചിട്ട് കണ്ടപ്പോൾ അതാണ് ഇങ്ങനെ നിൽക്കണത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീണ്ടും പോയി ഒരു 6 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫുള്ളിങ്ങനെ റൗണ്ട് അടിച്ച് വന്ന് ഇതപ്പോൾ വീണ്ടും ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് ടൗണിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി കേട്ടോ. ഇതെന്താ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ? പറഞ്ഞില്ല തെണ്ടി. ഞങ്ങളോട് അപ്പം അത്രേ ഉള്ളൂ പൂരത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.